ഒരു കഥ പറയാം. ഇച്ചിഗോ ഇച്ചി എന്ന് പറഞ്ഞൊരു പുസ്തകം എടുത്ത് ഞാൻ വായിച്ചു. ഇച്ചിഗോ ഇച്ചി. ഇച്ചിഗോ ഇച്ചി എന്ന് പറഞ്ഞത് ജപ്പാനീസ് പദമാണ്. അപ്പോൾ അതിലൊരു വായിച്ചപ്പോൾ ഇങ്ങനെ തുടക്കത്തിൽ കണ്ട ഒരു കഥ. പണ്ട് ഒരു ആട്ടിടയൻ ആടുകളെയും കൊണ്ട് പോകുമ്പോൾ ഇടയനൊരാടിനെ നഷ്ടപ്പെട്ടപ്പോൾ ആ നഷ്ടപ്പെട്ട ആടിനെയും തേടി നടന്നു പോവുകയാണ്. കുറേ പോയപ്പോൾ ഒരു മലയുടെ താഴ്വാരത്തിൽ 2 മലകൾക്കരികിലായിട്ട് അങ്ങനെ ചേർന്ന് നിൽക്കുന്ന 2 മലകൾ, അതിൻ്റെ അടുത്തായിട്ടൊരു വൃദ്ധനെ കണ്ടു. അപ്പോൾ ആ വൃദ്ധൻ അദ്ദേഹത്തെ മാടി വിളിച്ചു. വൃദ്ധൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ വൃദ്ധൻ ചോദിച്ചു ഈ ഇടയനോട്, നിനക്ക് ഇവിടെ വന്ന് നിന്നാൽ വലിയ മനോഹരമായ കാഴ്ചകൾ കാണാം, ഒരു പുതിയ ലോകം നിനക്ക് കാണാൻ പറ്റും. അപ്പോൾ 2 മലകൾക്കിടയിലുള്ള ഗ്യാപ്പിലൂടെ അങ്ങനെ അകത്തേക്ക് അവൻ പുറത്തേക്ക് നോക്കുമ്പോൾ അതുവരെ കണ്ടതോ അതുപോലെ അവൻ അനുഭവിച്ചതോ അല്ലാത്ത അത്രയും വ്യത്യസ്തമായ അതിമനോഹരമായ കാഴ്ചകളുള്ളൊരു ലോകത്തെ അവൻ കാണാൻ. കണ്ട മാത്രയിൽ തന്നെ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന അത്രയും മനോഹരമായൊരു ലോകം. അപ്പോൾ ആ 2 മലകൾക്കപ്പുറത്താണതുള്ളത്. അതിൽ അവനോട് ചോദിച്ചു, നിനക്ക് അവിടേക്ക് പോകാനുള്ള അവസരമാണ് ഇപ്പോഴെന്ന് പറഞ്ഞു വൃദ്ധൻ. അപ്പോൾ ഇടയൻ പറഞ്ഞു, ഞാൻ ഒറ്റ മിനിറ്റ് ഒന്ന് എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ബ്രദേഴ്സിനും ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കൂട്ടി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ഓടുന്ന സമയത്ത് വൃദ്ധൻ പറഞ്ഞു, പിന്നെ ഇതിൻ്റെ അവസരം നഷ്ടപ്പെട്ടാൽ പിന്നെ കിട്ടൂല, അല്ല ഞാൻ വേഗം വരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയിട്ട് ബ്രദേഴ്സിനൊക്കെ കൂട്ടിയിട്ട് ഓടി തിരിച്ചു വന്നപ്പോഴേക്കും ആ മല, ആ ഗ്യാപ്പ് പൂർണ്ണമായിട്ടും അടഞ്ഞു കഴിഞ്ഞിരുന്നു. ഇതാണ് കഥ. അവർ പറയുന്നത് ജീവിതത്തിൽ നമുക്ക് ഓരോ നിമിഷങ്ങളും അതനുഭവിക്കാൻ ഓരോ അവസരങ്ങളാണ്. ആ അവസരം നമ്മൾ ശരിക്കും അനുഭവിക്കുകയോ അറിയുകയോ ആസ്വദിക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ അതുപോലെ മറ്റൊന്നും പിന്നെ കിട്ടില്ല. ഒരാൾ ഒരു പുഴയിൽ എത്ര തവണ കുളിക്കും? നസ്റുല്ലാഹി സ്വലൈഹി പറയും, ഒരു പുഴയിൽ എത്ര തവണ ഒരാൾക്ക് കുളിക്കാൻ പറ്റും? ഒരു തവണ. കാരണം ആ പുഴയിൽ ഒരു വർഷം കുളിക്കാൻ പറ്റുള്ളൂ. കാരണം അയാൾ കുളിക്കുന്ന വെള്ളം ഒഴുകി പോവുകയാണ്, പിന്നെ പുതിയ വെള്ളത്തിലാണ്. അതേപോലെ തന്നെ മറ്റൊരു പുഴയാണ് നമ്മൾ മനുഷ്യരും. കാരണം നമ്മൾ നമ്മുടെ ലൈഫിൽ ആയുസ്സിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ നിമിഷങ്ങളിലൂടെ, കാരണം അടുത്തൊരു നിമിഷം വേറെയാണ്. അതെ കഴിഞ്ഞു പോയത് നമുക്ക് പുതിയതാണ് നമ്മളത് തന്നെ. പുഴ വെള്ളം പുതിയതായി ഒഴുകുന്നത് പോലെ നമ്മളും ആയുസ് പുതിയതായി അടുത്തടുത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അവിടെ വേറൊരു ചിന്ത ഉണ്ട് നമുക്ക്. ഇപ്പം പോയതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ഈ വിഷയം പറയുമ്പോൾ അത് നഷ്ടപ്പെട്ടല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നാലോചിച്ചുകൊണ്ടിരിക്കും. അപ്പം മറ്റൊരു നിമിഷം നമുക്ക് വരാനുണ്ട്, അതിനെ മുതലാക്കുക എന്നുള്ളത്. ചിലതൊന്നും കിട്ടില്ല, ഇത് ചിലതൊന്നും നഷ്ടപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അടുത്ത് വരാനുള്ളൊരു സമയത്ത് നമ്മൾ മുതലാക്കുക എന്നുള്ളതാണ് പിന്നെ പോകാൻ വഴിയുള്ളൂ. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അത് ഇനി നഷ്ടപ്പെട്ടല്ലോ പോയല്ലോ എന്ന് പറഞ്ഞാൽ അടുത്ത നഷ്ടത്തേക്ക് വീണ്ടും പോവുകയാണ്. അങ്ങനെ ആവാതിരിക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഒരു നഷ്ടത്തിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് നഷ്ടങ്ങൾ കടന്നു പോകുന്നത് അറിയുന്നില്ല. ഭയങ്കര മനോഹരമായൊരു വചനമാണല്ലോ പറഞ്ഞിട്ടുള്ളത്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഖേദിക്കുക, അത് പിശാചിൻ്റെ ഒരു പണിയാണല്ലോ. അതെ, നഷ്ടബോധം ഉണ്ടാക്കുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ ഒരു കുളി തന്നെ നടക്കൂല അങ്ങനെ ആകുമ്പോൾ. ആ പുഴയിൽ കുളിക്കാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ വെച്ചുകൊണ്ടിരുന്നാൽ അടുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല അവിടെ. അപ്പം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടാതെ അടുത്തൊരു സമയത്തെ മുതലാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നാൽ നഷ്ടപ്പെട്ടത് നഷ്ടം തന്നെയാണ്. അത് പ്രത്യേകിച്ച് ആരാധനകളുടെ കാര്യങ്ങളോ നന്മ ചെയ്യാനുള്ള അവസരത്തിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കതൊരു വലിയ നഷ്ടമായിട്ടാണ് പിന്നെ മനസ്സിലാക്കുക. പുഴ ഒഴുകി ചെന്ന് ചേരുന്നത് കടലിലേക്കാണ്. നമ്മളെന്ന വ്യക്തി എന്ന ഓരോ മനുഷ്യൻ്റെയും ആയുസ്സെന്ന പുഴയിൽ ഒഴുകി നമുക്ക് എവിടെയെന്ന് നിശ്ചയമില്ലാത്ത ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ടൊരു ഡോറുണ്ട്. ആ ഡോറിലൂടെ എല്ലാവരും കടന്നു പോകും. അതെ. അതോടുകൂടി പ്രയാണം അവിടെ നിൽക്കുകയാണ്. പിന്നെ അനന്തമായൊരു ലോകം. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ശരിക്കും ഞാൻ അങ്ങനെ ആലോചിച്ചപ്പം നമുക്ക് നമ്മുടേതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അവർ പറയുന്നത് എന്താ വെച്ചാൽ പുസ്തകത്തിൽ മോർ എൻജോയ് ലൈഫ്, മാക്സിമം കഴിഞ്ഞു പോകുക. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് ഈ ഓരോ നിമിഷങ്ങളെയും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് നന്മകൾ ചെയ്തിട്ടും നമുക്ക് നാളേക്ക് വേണ്ടിയിട്ടുള്ള അവസരങ്ങളാക്കിയിട്ടും ഇനി വേറൊന്നും വരാനില്ല എന്നുള്ള ചിന്ത നമുക്കതാണ് അതിൽ നിന്ന് കിട്ടേണ്ടത്. കറക്റ്റ്. മറ്റത് ഇവിടെ പരമാവധി ആനന്ദിക്കുക, കിട്ടാവുന്ന അവസരങ്ങൾ. ആ ആനന്ദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം സംഭവിക്കുന്നതിനെ കുറിച്ചാണല്ലോ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാവരുത് എന്നുള്ളത്.